ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSAT 2024 ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ വാക്സ് 100 മീറ്റർ സ്ട്രെയിറ്റ് ഫ്രം ഹിസ് ഹൗസ്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ സ്ട്രെയിറ്റ് നടന്നു. എന്നിട്ട് ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് walks 100 മീറ്റർ. ദെൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും 100 മീറ്റർ നടന്നു. അഗെയിൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് walks 300 മീറ്റർ. വീണ്ടും 300 മീറ്റർ ലെഫ്റ്റിലോട്ട് നടന്നു. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് walks 100 മീറ്റർ ടു റീച്ച് ഹിസ് ഓഫീസ്. അപ്പോൾ വീണ്ടും ലെഫ്റ്റിലോട്ട് നടന്നിട്ട് 100 മീറ്റർ വീണ്ടും നടന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇതാണ് ഇഫ് ഹിസ് ഓഫീസ് ഈസ് എക്സാക്ട്ലി ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഡയറക്ഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാണേണ്ട ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓടിക്കുന്നിടത്ത് വരയ്ക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. ഇതാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഈ ഒരു ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ കാണാനായിട്ട് നമുക്കറിയാം ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെ വരെ 90 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ 90 + 45 എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രി പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാം. ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. ഇപ്പോൾ ഇരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ 145 ഡിഗ്രി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയാണ്? സൗത്താണ് ഡയറക്ഷൻ. അപ്പോൾ ആൻസർ സൗത്താണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേഴ്സൺ walks 100 മീറ്റർ വെസ്റ്റ്വാർഡ്. അപ്പോൾ 100 മീറ്റർ. അതിന് മുന്നേ നമുക്ക് ഡയറക്ഷൻ വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 100 മീറ്റർ വെസ്റ്റ്വാർഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 100 മീറ്റർ വെസ്റ്റ്വാർഡ് വരച്ചു. ദെൻ ലെഫ്റ്റ് 100 മീറ്റർ വീണ്ടും പോയി. എന്നിട്ട് ഇവിടെ എത്തിയതിന് ശേഷം 225 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ക്ലോക്ക് വൈസ് 225 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും 180 ഡിഗ്രി, ഇത്രയും 180 ഡിഗ്രി. ഇവിടെ നിന്ന് വീണ്ടും ഒരു 45 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ആംഗിൾ 225 ഡിഗ്രിയാവും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ്. ഇത് ഈ ഡയറക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ നോർത്ത് ഈസ്റ്റാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് സ്റ്റാർ ഇൻ ദ സീക്വൻസ് 3, 14, 39, 84 സ്റ്റാർ 258? അപ്പോൾ ഈ ഒരു സീക്വൻസിൽ വിട്ടുപോയ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. 2 തരത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഒന്ന് ജസ്റ്റ് എടുത്ത് എഴുതാണ്. 3, 14, 39, 84, 258. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കുകയാണ്. 3യും 14 തമ്മിലുള്ള ഡിഫറൻസ് 11, 14ഉം 39ഉം തമ്മിലുള്ള ഡിഫറൻസ് 25 ആണ്. 39ഉം 84 തമ്മിലുള്ള ഡിഫറൻസ് 45 ആണ്. വീണ്ടും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണ്. 14 എന്ന് കിട്ടും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 20 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. നമ്മളൊന്നുകൂടി ഈ 6 ആഡ് ചെയ്യണം. 20ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേം 26 എന്ന് കിട്ടും.
അപ്പോൾ ഈ 26 നെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 45ൻ്റെ കൂടെ ഈ 26 ആഡ് ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 71 ആണെന്ന് കിട്ടും. അപ്പോൾ 84ൻ്റെ കൂടെ ഈ 71 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 155 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 26 പ്ലസ് 6 32 എന്ന് കിട്ടും. ഈ 32ഉം 71 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 103 എന്ന് കിട്ടും. ഈ 103ഉം 155 ആഡ് ചെയ്യുമ്പോൾ 258 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു റിലേഷൻ ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 155 ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഫോം 1³ പ്ലസ് 1² പ്ലസ് 1 ആണ് ഫസ്റ്റത്തെ ടൈം 3. പിന്നെ 2³ പ്ലസ് 2² പ്ലസ് 2 14. 3³ പ്ലസ് 3² പ്ലസ് 3 39. 4³ പ്ലസ് 4² പ്ലസ് 4 84. Similarly, Similarly, 5³ plus 5² plus 5 155. 6³ plus 6² plus 6 258. നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടി 155. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്.